ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ്. ഹെറോദേസിന്റെ അതിദാരുണമായ ഒരു നിലപാടുകളിൽ അതിദാരുണം കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കുന്ന ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ അബോർഷനൊക്കെ ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നവരുടെ ഒരു മനസ്സിനൊരു തിരിവുണ്ടാകാൻ വേണ്ടി, അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നവരുടെ മനസ്സിനൊരു തിരിവുണ്ടാകാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജെറമിയ പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനമാണ്. തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: കേൾക്കുന്നില്ലേലും പറയണം. ചിലപ്പോൾ ചിന്ത നമുക്ക് വരും, നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ആരും കേൾക്കുന്നുമില്ല, ആരും അനുസരിക്കും, നമ്മൾ ചുമ്മാ വായിലെ വെള്ളം വെറ്റിക്കാവുന്നല്ലാതെ അങ്ങനെയൊക്കെ ചില ചിന്ത കൊണ്ട് വായലച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവസാനിപ്പിക്കുന്ന ചില പ്രകൃതങ്ങളൊക്കെ ഉണ്ട്. ദൈവവചന പ്രകാരം ജെറമ്യായോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഇക്കാര്യങ്ങളെല്ലാം നീ അവരോട് പറയണം, എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, എന്നാൽ അവർ വിളി കേൾക്കുകയില്ല. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, അതിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അവർ കേൾക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിളിക്കുന്ന സമയത്ത് അയാൾ മറുപടി തരും എന്നുള്ള എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിത് വിളിക്കുന്നതെന്ന് പറയുന്നത്. ജെറമ്യായോട് എക്സ്പെക്റ്റേഷൻ കൂടെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. നീ പറയുമ്പോൾ അവർ കേൾക്കുകയില്ല. അപ്പോൾ കേൾക്കുകയില്ല എന്നൊരു മുന്നറിവോടുകൂടി പറയുന്ന ജെറമ്യയുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കി. വിളിക്കുമ്പോൾ അവർ വിളി കേൾക്കുകയല്ല എന്ന് ഓൾറെഡി ദൈവം പറഞ്ഞിരിക്കുക, പക്ഷെ നീ വിളിക്കണമെന്ന് പറയാം. അപ്പോൾ അത് എന്തിനെന്തൊരു ചോദ്യം വരും. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ഫലം പുറപ്പെടുവിക്കും. ഇപ്പോൾ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോലും അതൊരു വശമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ന്യായവിധിയുടെ സമയത്ത് അങ്ങനെ ഞാൻ ഇതാണ് അതിൻ്റെ റീസൺ അടിസ്ഥാനപരമായിട്ട് തിയോളജിക്കലായിട്ട് ഞാൻ പറയല്ല, പല റീസൺസ് അതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ന്യായവിധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കടപ്പാടുണ്ടാകാൻ പാടില്ല. നമ്മൾ പറയാത്തതിൻ്റെ പേരിൽ, നമ്മൾ തിരുത്താത്തതിൻ്റെ പേരിൽ, നമ്മൾ ശാസിക്കാത്തതിൻ്റെ പേരിൽ, നമ്മൾ വിളിച്ച് മാറ്റാത്തതിൻ്റെ പേരിൽ ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. അങ്ങനെ ഇടവിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ദൈവസന്നിധിയിൽ പറയും, ഇദ്ദേഹം പറയാത്തത് കൊണ്ടാണ് ഞാൻ നന്നാവാത്തതെന്ന്. ഇപ്പം നമുക്ക് തിരിച്ച് പറയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടും ആയതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഒരു പ്രോക്കൺസ് അങ്ങനെ ചിന്തിക്കണ്ട, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമോ കേൾക്കാതിരിക്കുമോ എന്നുള്ളൊരു വിഷയമല്ല. ആർസൽ ജോൺ മരിയവേനെ പ്രസംഗം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരാ കേൾക്കാനുണ്ടായിരുന്നേ അല്ലേ. പിന്നെ ദൈവാത്മാവ് അതിൻ്റെ പ്രവർത്തനം പുറകെയല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വചനം ഇങ്ങനെ വിതച്ച് അങ്ങോട്ട് പോയിട്ട് പുറകെയാണല്ലോ ഈ ഫലം പുറപ്പെടുവിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫലം നോക്കിയിട്ടല്ല നമ്മൾ വിതയ്ക്കാൻ നിൽക്കേണ്ടത്. അതാണ് അതിൻ്റെ റിട്ടേൺ. പക്ഷെ പറയുന്നത് ഹഗ്ഗായിയുടെ പുസ്തകത്തിലല്ലേ, ഹഗ്ഗായിലാണ് ഹോസിയാലാണ്, ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. നമ്മളിപ്പോഴും റിസൾട്ട് നോക്കും. അത് റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കും. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, പ്രോഫിറ്റ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഈ പൈസ കിടക്കുന്നത്. ദൈവരാജ്യവേലയിൽ അങ്ങനെയല്ല അല്ലേ. അത് ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട് ചെയ്ത് അതുകൊണ്ട് മടിച്ച് പുറകോട്ട് നീങ്ങരുത് കേട്ടോ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ, സ്തുതിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണം. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്താൽ, ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്താൽ ആശീർവദിക്കുന്നു. എല്ലാ പൈശാചിക അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, അബോർഷൻ ചെയ്യപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞിപ്പൈതങ്ങളെല്ലാം ഓർക്കുന്നു. കർത്താവ് ദൈവമേ, അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കന്മാരുടെ നിഷ്ഠൂരമായ പ്രക്രിയയുടെ മേലെ അവിടുന്ന് കരുണയുടെ കരം നീട്ടണമേ. ദൈവമേ, അങ്ങനെയുള്ളവർക്ക് മനസ്സിരുത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.